നമ്മൾ പലപ്പോഴായിട്ടും പാഠപുസ്തകങ്ങളിലൂടെയൊക്കെ ആവർത്തിച്ച് കേട്ടിട്ടുള്ള ഒരു സെന്റൻസ് ആയിരിക്കും ഫിനാൻസ് ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് എ ബിസിനസ് എന്ന് പറയാറുണ്ട് അല്ലെ. അല്ലെങ്കിൽ ക്യാഷ് മണിയാണ്, അല്ലെങ്കിൽ ഫിനാൻസ് ആണ്, ഫണ്ടാണ് ഒരു ബിസിനസ്സിനെ ചലിപ്പിക്കുന്നതിന്റെ ഏറ്റവും എമർജൻസി ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും എക്സ്പൊണൻഷ്യൽ ആയിട്ടുള്ള ഒരു എലമെന്റ് എന്ന് പറയാം. അപ്പൊ അതില്ലാതെ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഫണ്ട് ഇല്ലാതെ ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കൂടി നമുക്ക് കഴിയില്ല. ജസ്റ്റ് അതിനെ പറ്റിയിട്ട് ഒരു ഡ്രീം കണ്ടിരിക്കാനേ മാത്രമേ നമുക്ക് കഴിയുള്ളൂ അല്ലെ. അപ്പോൾ നമ്മളൊരു നമുക്കറിയാം ബിസിനസിന്റെ പല സമയങ്ങളിലും അല്ലെങ്കിൽ ബിസിനസിനെ പറ്റി ചിന്തിക്കുന്നതിന് മുന്നേ നമ്മൾ ഒരു ഐഡിയയെ പറ്റി ചിന്തിച്ച് അതിനെ റിസർച്ച് ചെയ്യാൻ വേണ്ടി നടത്തുന്നതിന് വേണ്ടിയിട്ട് പോലും നമുക്ക് എന്ത് ആവശ്യമായിട്ട് വരും? ഒരു സർട്ടൈൻ ഫണ്ട് ആവശ്യമായിട്ട് വരും. അപ്പൊ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ട അതിന് മുൻപ് അതിനെപ്പറ്റി ആലോചിക്കാനും അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത അതിന്റെ മാർക്കറ്റ് ഒരു സ്റ്റഡി നടത്തി ഏത് പ്രൊഡക്റ്റ് ഞാൻ ചൂസ് ചെയ്യണം എന്ന് ബിസിനസ് സെറ്റപ്പ് ചെയ്തതിന് മുന്നേ തീരുമാനിക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ള സ്റ്റേജ് എന്ന് പറയാം. അപ്പോൾ ഏത് മാർക്കറ്റിൽ ഏത് പ്രൊഡക്റ്റാണ് ഇനി ആവശ്യമുള്ളത്, ഏത് പ്രൊഡക്റ്റിലേക്ക് ഞാൻ നോക്കണം, അപ്പോൾ ഇതിനു വേണ്ടി ഒരു സർട്ടൈൻ ടൈം ഞാൻ സ്പെൻഡ് ചെയ്യണം. ഒപ്പം തന്നെ എനിക്ക് നല്ലൊരു മാർക്കറ്റ് അല്ലെങ്കിൽ എസ്പെഷ്യലി നമ്മുടെ കേരളം പോലെ അല്ലെങ്കിൽ ഒരു ലാർജ് ജിയോഗ്രഫിക്കൽ ഏരിയയിലേക്കാണ് നമ്മൾ ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്നത് എങ്കിൽ അത്രയും ഏരിയയിൽ നമ്മളുടെ പ്രൊഡക്റ്റിന്റെ ഒരു എന്താണ് അക്സെപ്റ്റബിലിറ്റി അല്ലെങ്കിൽ അവിടെ പ്രൊഡക്റ്റുകൾ അവരുടെ കസ്റ്റമേഴ്സിന്റെ നീഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് റിസോഴ്സുകളെ വ്യക്തികളെ റിസർച്ചിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ റിസർച്ചുകളുടെ ഡേറ്റകൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഒരു റിസർച്ച് ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ പ്രിയർ ആയിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തന്നെ ഒരു നല്ലൊരു സം ഓഫ് മണി നമുക്ക് ആവശ്യമായിട്ട് വരും അല്ലെ. അപ്പോൾ ബിസിനസ് തുടങ്ങുന്നതിന് മുൻപേ തന്നെ ഫിനാൻസിന്റെ ഒരു നീഡ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേപോലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലോ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഇനീഷ്യൽ ആയിട്ടുള്ള അസറ്റുകളും ബിൽഡിങ്ങുകളും അല്ലെങ്കിൽ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അതിനും വളരെ എക്സ്പൊണൻഷ്യൽ ആയിട്ടുള്ള ക്യാഷ് ആവശ്യമാണ്. ഇനി ഇങ്ങനെ ബിൽഡിംഗ് സെറ്റപ്പ് ചെയ്ത് ഫിക്സഡ് അസറ്റ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് മെഷീനറി എല്ലാം പ്ലാന്റ് മെഷീനറി എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം അത് ഡേ ടു ഡേ വർക്ക് ചെയ്യിപ്പിക്കണ്ടേ അല്ലെ. ഇതിന് ഡേ ടു ഡേ റോ മെറ്റീരിയൽ വാങ്ങിക്കൊണ്ട് നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനും ആ റോ മെറ്റീരിയൽ വാങ്ങി പ്രൊഡക്റ്റ് ഫിനിഷ് ആക്കിയിട്ട് സെയിൽ ചെയ്യാനും, അപ്പൊ ഇതിനൊക്കെ എന്താവശ്യമാണ്? ആ ഡേ ടു ഡേ വർക്കിങ്ങിനും ഫണ്ട് ആവശ്യമാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ ഈവൻ നമ്മൾ ബിസിനസ് ജസ്റ്റ് സപ്പോസ് നമ്മൾ ക്ലോസ് ചെയ്യാൻ പോകുന്നു വിചാരിക്കാം. അപ്പൊ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് അവിടെയും ഫണ്ടിനെ നമുക്ക് മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അവിടെയാണ് ബിസിനസ് എന്തുകൊണ്ടാണ് അവിടെ ഈ ബിസിനസ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഫണ്ടിനെ മാനേജ് ചെയ്യേണ്ടി വരിക? നമ്മൾക്കറിയാം, നമുക്ക് കടമുണ്ടെങ്കിൽ അതിന് ആദ്യമായിട്ട് വീട്ടുക, അല്ലെങ്കിൽ ബിസിനസിന്റെ കടങ്ങളെല്ലാം ആദ്യം വീട്ടിയതിനു ശേഷം ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഷെയർ ഹോൾഡേഴ്സിനൊക്കെ കിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ ഫണ്ടിനെ അതിന്റെ എക്സ്ട്രീം ലെവലിൽ അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും ബെസ്റ്റ് ഒപ്റ്റിമം ലെവലിൽ ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയാം. ഓക്കെ, ഫണ്ടിനെ ഏറ്റവും പ്രോഫിറ്റബിളി അല്ലെങ്കിൽ എക്കണോമിക്കലി ഹാൻഡിൽ ചെയ്യുക അല്ലെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയാണെന്ന് പറയാം അതിനെ മാനേജ് ചെയ്യുന്ന ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു ബിസിനസിനെ സംബന്ധിച്ചും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ ഫിനാൻസിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം, അതിന്റെ വ്യത്യസ്ത തലങ്ങൾ നമ്മൾ പറഞ്ഞു. ബിസിനസ്സിന് ഒരു പലതരത്തിലുള്ള നീഡുകളുണ്ട്. ബിസിനസ് ഏത് പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്തും ആ പ്രൊജക്റ്റ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇൻഫ്രാസ്ട്രക്ചർ സെറ്റ് ചെയ്യാൻ ഫണ്ട് ആവശ്യമാണെന്ന് പറഞ്ഞു. അതേപോലെ അതിന്റെ ഡേ ടു ഡേ വർക്കിംഗ് നടക്കാൻ ഫണ്ട് ആവശ്യമാണെന്ന് പറഞ്ഞു. ഈവൻ അത് ക്ലോസ് ചെയ്യാൻ കൂടി ഫണ്ട് ആവശ്യമാണെന്ന് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ വ്യത്യസ്ത ഫണ്ട് നമുക്ക് ഇങ്ങോട്ട് വരുന്നതും നമ്മളുടെ കയ്യിൽ നിന്ന് പോകുന്നതുമായിട്ടുള്ള ഫണ്ടുകൾ അതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ബിസിനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത വിധത്തിലേക്ക് നമ്മൾ ഫ്ലോപ്പ് ആയി പോകും അല്ലെ. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നാണ് ഈ ഒരു സബ് ചാപ്റ്ററിന്റെ പേര്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന്റെ പേര് പറയുന്നത് പോലെ തന്നെ ഫണ്ടുകൾ ബിസിനസ്സിലേക്ക് വരുന്നതും ബിസിനസ്സിലേക്ക് പോകുന്നതുമായിട്ട് അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റ് ചെയ്യപ്പെട്ടുള്ള ഫണ്ടുകളുടെ കൈകാര്യം ചെയ്യൽ അല്ലെങ്കിൽ ഫണ്ടുകളെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക. നമുക്ക് ബിസിനസ്സിലേക്ക് ഒരുപാട് ക്യാഷ് വരാറുണ്ട് അല്ലെ, സെയിലിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയൊക്കെ, അല്ലെങ്കിൽ ബിസിനസിന്റെ തന്നതായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്തിട്ടുള്ള അതിന്റെ ഫണ്ടുകളായിട്ട് തന്നെ ഒരുപാട് ക്യാഷ് ബിസിനസ്സിലേക്ക് വരികയും ഒപ്പം തന്നെ ബിസിനസ്സിന് പലതരത്തിലുള്ള ചെലവുകൾ ഉണ്ടാവാറുണ്ട്, അതിലേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പോൾ അതും ആ ബിസിനസ്സിലേക്ക് വരികയും പോകുന്ന ഫണ്ടുകൾ മാത്രമല്ല, ബിസിനസ്സിന് മുന്നേ അല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ആ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ പോയിന്റുകൾ തന്നെ പിന്നെയും നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഒരു വൈഡ് വെറൈറ്റി അല്ലെങ്കിൽ ഒരു വളരെ
വലിയൊരു സ്കോപ്പുള്ള ഒരു ഏരിയയാണ് ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയാം. അതിന്റെ ഉള്ളിലുള്ള ഏരിയ എന്ന് പറയുന്നത് അത്രയും ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇതിനുള്ളിൽ തന്നെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, ഈ പറയുന്ന ക്യാപിറ്റൽ സ്ട്രക്ചർ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, ഇൻവെന്ററി മാനേജ്മെന്റ്, അങ്ങനെ ഇങ്ങനെ പല അല്ലെങ്കിൽ ക്യാഷ് മാനേജ്മെന്റ് എന്നിങ്ങനെ പറഞ്ഞിട്ട് പല തരത്തിലുള്ള ഈ പറയുന്ന ഫീൽഡ് ഓഫ് സ്റ്റഡി ഇതിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഓക്കെ, ഇതൊരു വലിയൊരു ഡിസിപ്ലിൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ ആയിരിക്കും ഈ ഒരു ഹോൾ സബ്ജക്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിന്റെ ഫസ്റ്റ് ബ്ലോക്കിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ, അപ്പോൾ ഫസ്റ്റ് ബ്ലോക്ക് നമ്മൾ പറഞ്ഞു ഏതൊരു സബ്ജക്റ്റിന്റെയും ഫസ്റ്റ് ബ്ലോക്ക് ഒരു ഇൻട്രൊഡക്ടറി ബ്ലോക്ക് ആയിരിക്കും. അതായത് എന്താണ് ഫിനാൻസിന്റെ ട്രഡീഷണൽ വ്യൂ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഒരു ബാക്ക് ഹിസ്റ്ററി, ഓക്കെ, ഫിനാൻസ് എങ്ങനെ ഡെവലപ്പായി, അതിൽ നമ്മളുടെ ഫിനാൻസിനെ പറ്റിയിട്ടുള്ള മുൻകാല കാഴ്ചപ്പാട് എന്തായിരുന്നു, ഇപ്പോഴുള്ള ഫണ്ടിനെ അല്ലെങ്കിൽ ഫിനാൻസിനെ പറ്റിയുള്ള കാഴ്ചപ്പാട് എന്താണ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ട്രഡീഷണൽ ആയിട്ടുള്ള അപ്രോച്ച് എന്തായിരുന്നു, മോഡേൺ അപ്രോച്ച് എന്താണ്, അപ്പോൾ എങ്ങനെയാണ് ഇപ്പോഴുള്ള അതിന്റെ ഒരു കൺസെപ്റ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ പഠിക്കുന്ന സമയത്ത് ഏതൊക്കെ ടെർമിനോളജികളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. നമ്മളൊരു ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് ABCDയും ഗ്രാമറൊക്കെ പഠിക്കാറില്ലേ, അതേപോലെ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളായിരിക്കും ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് ബ്ലോക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണ്. അതായത് നമ്മൾ പറഞ്ഞു, നമ്മളൊരു പ്രൊജക്ട് നമ്മളെ മുമ്പിൽ ഒരുപാട് ക്യാഷ് ഉണ്ടെന്ന് വിചാരിക്കുക. സപ്പോസ് നമ്മുടെ കയ്യിൽ ഒരുപാട് ക്യാഷ്, നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഈ ക്യാഷിനെ എൻ്റെ കയ്യിലുള്ള ഈ ഒരു ക്യാഷിനെ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള, എന്നാൽ ഒപ്പം തന്നെ റിസ്കിനെ ഒരു മിനിമം റിസ്കിൽ ഏറ്റവും മാക്സിമം പ്രോഫിറ്റ് തരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റിൽ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിലായിരിക്കണം എനിക്ക് ആ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് ഏത് തരത്തിലുള്ളതായിരിക്കണം. അപ്പൊ ഞാനൊരു പക്ഷേ അധികം റിസ്ക് ആഗ്രഹിക്കാത്ത ഒരാളാണ്, അല്ലെങ്കിൽ അത്ര റിസ്ക് എടുക്കാൻ തയ്യാറാവാത്ത ആളാണെങ്കിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകളിൽ അവന്യൂസുകളായിരിക്കും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുക എൻ്റെ ക്യാഷ്. അതേ സമയത്ത് ഞാൻ അത്യാവശ്യം നല്ല റിസ്ക് ടേക്കറാണ്, അല്ലെങ്കിൽ ഏത് ചലഞ്ചുകളെയും നല്ലപോലെ ഹാൻഡിൽ ചെയ്യുന്ന, റിസ്കുകളെ ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്ന ഒരാളാണ് എങ്കിൽ അത്രയും സക്സസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ചലഞ്ചീവ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ നമ്മളുടെ ഒരു സെയിങ്സ് ഉണ്ടല്ലോ, റിസ്ക് കൂടുന്തോറും റിട്ടേണും കൂടും അല്ലെ. അപ്പോൾ ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കുന്ന ആരാണോ അവർക്കായിരിക്കും കൂടുതൽ റിട്ടേൺ ഉണ്ടാവുക. അപ്പൊ അതേപോലെ റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് പ്രോഫിറ്റ് കൂടുതൽ റിട്ടേൺ മാത്രമല്ല, ഈ റിട്ടേൺ എന്ന് പറയുന്നത് തിരിച്ചു കിട്ടുന്നത് എന്താണോ അതെല്ലാം റിട്ടേൺ ആണ്. അപ്പൊ കൂടുതൽ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്, കൂടുതൽ ലോസ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഇതൊരു ആ ഒരു 50-50 അല്ലെങ്കിൽ എന്താ പറയാ 50-50 ഗെയിം പോലെ, അല്ലെങ്കിൽ വളരെ റിസ്കി ആയിട്ടുള്ള ഗെയിം ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഡിസിഷനിലേക്കുള്ള വ്യത്യസ്ത തരത്തിലുള്ള രീതികളും വ്യത്യസ്ത തരത്തിലുള്ള അപ്രോച്ചുകൾ എങ്ങനെയായിരിക്കും, ഒരു സയന്റിഫിക് ആയിട്ടും അല്ലെങ്കിൽ നമ്മളുടെ കാൽക്കുലേഷന്റെ ഒക്കെ ഒരു ഐഡിയ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു യുണീക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കാം എന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന ഒരു ബ്ലോക്കാണ് ഈ സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറയാം. ഇനി ലോങ് ടൈം, പിന്നീട് ഈ ബിസിനസ് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുവേണ്ടി ഫണ്ട് ആവശ്യമായിട്ട് വരും അല്ലെ. അപ്പൊ നമ്മളെ കയ്യിൽ ബിസിനസ് ക്യാഷ് ഇല്ലാതെ നമ്മൾ പ്രോജക്റ്റ് കണ്ടെത്തി വെച്ചു, ഇനി ആ പ്രോജക്റ്റ് നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ല എങ്കിൽ ആ ഒരു പ്രൊജക്ട് നമ്മളെ കയ്യിൽ പുതിയൊരു പ്രൊജക്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അത് വളരെ ലൂക്രേറ്റീവ് ആണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഫണ്ട് കണ്ടെത്തണം. അപ്പൊ നമ്മൾ ഫണ്ട് കണ്ടെത്താൻ പലതരത്തിലുള്ള രീതികളുണ്ട്. ഒന്ന് ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് ആളുകൾ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിക്കാം. അതേപോലെ എന്ത് ചെയ്യാം, ഈ പറയുന്നത് പോലെ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിക്കുന്നതിന് പകരം ഈ പറയുന്ന ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഡെപ്റ്റ് ഫണ്ട് കൂടുതൽ ലോണൊക്കെ എടുത്തുകൊണ്ടോ ഡെപ്റ്റ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടോ കടം വാങ്ങിയ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ മാനേജ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഈ ലോങ് ടൈം ഫിനാൻസിങ് എങ്ങനെയായിരിക്കണം, എന്നതിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് പ്രധാനമായിട്ടും ഈ പറയുന്ന ലോങ് ടൈം ഫിനാൻസിങ്ങുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു തേർഡ് ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് ലോങ് ടൈം ഫിനാൻസിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി അടുത്തതായിട്ട് ഫോർത്ത് ബ്ലോക്കിലേക്ക് വരുന്ന സമയത്ത് ഫിനാൻസിങ് ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ ആണ്. അതായത് ഡിവിഡൻഡ് ഡിസിഷൻ എന്താണെന്ന് അറിയാമല്ലോ. അതായത് ബിസിനസ്സിലേക്ക് ഫണ്ട് നൽകിയിട്ടുള്ള ആളുകൾക്ക് എന്ത് കൊടുക്കണം, പ്രോപ്പർ ആയിട്ടുള്ള റിട്ടേണുകൾ കൊടുക്കണം, അല്ലെങ്കിൽ നമ്മളൊരു ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന റിട്ടേണിനെ വിളിക്കുന്ന പേരാണ് ഡിവിഡൻഡ്. അപ്പോൾ ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ചില സമയത്ത് ബിസിനസ്സിൽ ഒരുപാട് ലാഭം ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ അതേ സമയത്ത് ആ ലാഭം ഇപ്പോഴേ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഷെയർ ഹോൾഡേഴ്സിന് ഇപ്പോഴേ പ്രോഫിറ്റ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ബിസിനസ്സിന് ഫ്യൂച്ചറിൽ അങ്ങോട്ടുള്ള പ്രൊജക്റ്റുകൾക്കും അല്ലെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷനൊക്കെ ഫണ്ട് തികയാതെ വരും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എങ്ങനെ ബിഹേവ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഈ ഒരു
പ്രോബ്ലത്തെ ഒരു ഈസിയസ്റ്റ് വേയിലൂടെ സൊല്യൂഷൻ കണ്ടെത്താം. അങ്ങനെ വ്യത്യസ്തത ഈ ഒരു പ്രോബ്ലം മാത്രമല്ല, അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂ മാത്രമല്ല അഡ്രസ് ചെയ്യുന്നത്, വ്യത്യസ്ത തരങ്ങളുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഡിവിഡൻഡും ഫിനാൻസിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യത്യസ്ത ഇഷ്യൂസുകളെ അഡ്രസ് ചെയ്യുന്ന ഒരു ബ്ലോക്കാണ് ഫിനാൻസിങ് ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയാം. ഇനി മറ്റൊരു കാര്യം, ഈ പറയുന്ന നമ്മൾ ഇത്തരം ലോങ് ടൈം ഫണ്ടുകളെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റുകളെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ബിസിനസ് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ബിസിനസിന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് ഫണ്ട് ആവശ്യമായിട്ട് വരും. ഓക്കെ, അപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ആപ്പിളിന്റെ പറ്റിയിട്ടുള്ള ഒരു കഥ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ആപ്പിളിന്റെ ഈ ലേറ്റസ്റ്റ്ലി വന്ന ന്യൂസ് പറഞ്ഞിട്ടുണ്ട്. അതായത് 500 അറൌണ്ട് മില്യൺസ് ഓഫ് ഡോളേഴ്സ് ആപ്പിൾ എന്ത് ചെയ്യുന്നുണ്ട്, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണ്. ആപ്പിളിനെ പോലെ അത്രയും ഡെപ്പോസിറ്റ് ഉള്ള അല്ലെങ്കിൽ അത്രയും ഫണ്ട് ബാലൻസ് ഉള്ള ഒരു കമ്പനിക്ക് എന്തിനാണ് അവർ ഇത്തരത്തിലൊരു ഡിവിഡൻഡ് അല്ലെങ്കിൽ ഫണ്ട് ഈ പറയുന്ന അവരുടെ ഡേ ടു ഡേ വർക്കിങ്ങിന് വേണ്ടിയിട്ട് ബാങ്കിലെ സമീപിക്കേണ്ട കാര്യം എന്താണ്? അതിനുള്ളിലും ഒരു ലോജിക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ലോജിക്കിനെ അല്ലെങ്കിൽ ഈ ലോജിക്കിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയും ബിസിനസ്സിന് ഒരു ഡേ ടു ഡേ അല്ലെങ്കിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസുകൾക്ക് വേണ്ടിയിട്ട് ഫണ്ടുകൾ ആവശ്യമായിട്ട് വരുന്ന സമയത്ത് എങ്ങനെ ആ ഒരു ഫണ്ട് കണ്ടെത്താം, ഏതൊക്കെ സോഴ്സുകളിലൂടെ കണ്ടെത്താം, അതെങ്ങനെ മാനേജ് ചെയ്യാം, ഈ സോഴ്സുകളെ എങ്ങനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാം എന്നതാണ് പ്രധാനമായിട്ടും ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫൈനൽ ബ്ലോക്ക് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഈ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഹോൾ സ്ട്രക്ചറിലേക്ക് വരുന്ന സമയത്ത് നമ്മളുടെ സബ്ജക്റ്റിന്റെ ഒരു അലൈൻമെന്റ് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഇൻട്രൊഡക്ടറി സബ്ജക്റ്റ് ആണ്. എന്താണ് അതിന്റെ ഓരോ കൺസെപ്റ്റും, ടൈം വാല്യൂ ഓഫ് മണി എന്താണെന്നും, ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത് നമ്മൾ പറയാറുണ്ട് എന്താണ്, ഇന്നുള്ള എൻ്റെ കയ്യിലിരിക്കുന്ന 100 രൂപയ്ക്ക് അല്ലെങ്കിൽ ഇന്ന് എൻ്റെ കയ്യിലുണ്ടാവുന്ന ഒരു 100 രൂപയ്ക്ക് ഒരു 1 ഇയർ കഴിഞ്ഞാൽ എന്താണ് ആ 100 രൂപയുടെ വാല്യൂ എല്ലാം ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നമ്മൾ മുമ്പ് ആലോചിച്ച് നോക്കിയാൽ മതി, നമ്മളുടെ എന്താണ് പാരന്റ്സ് ഒക്കെ പറയാറുണ്ടാവും, എന്താണ് നമ്മൾ മുൻപ് ഞങ്ങൾക്ക് 1 ഏക്കർ വസ്തു വാങ്ങുന്നതിന് ഏകദേശം 1 lakh rupees മതിയായിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ 1 lakh ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് 1 ഏക്കർ ഈ പറയുന്ന പ്രോപ്പർട്ടി വാങ്ങാൻ കഴിയുമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ വാങ്ങാൻ കഴിയുന്നില്ല. ഓക്കെ, അപ്പൊ അന്നത്തെ 1 lakhന് ഇന്നത്തെ എത്രയോ സെറ്റ്, അല്ലെങ്കിൽ അപ്പൊ അന്നൊരു ടുഡേ എന്നുള്ള കൺസെപ്റ്റിൽ വെക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു 20 വർഷം കഴിഞ്ഞ ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ അതിന്റെ വില എന്ന് പറയുന്നത് 1 lakhന്റെ വില എത്രയോ മടങ്ങ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ടൈം വാല്യൂ ഓഫ് മണി, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് ആ ഒരു പ്രതിഭാസം അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂ, ടൈം വാല്യൂ ഓഫ് ഇങ്ങനെ ടൈം പോകുന്നതിനനുസരിച്ച് മണിയുടെ വാല്യൂ കുറയുന്നത് എന്തുകൊണ്ട് എന്നതിനെ പറ്റിയുള്ള ബേസിക് കൺസെപ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഫിനാൻസ് ആണ് ഡീൽ ചെയ്യുന്നത്. അപ്പൊ ക്യാഷ് വെറുതെ കയ്യിൽ വെച്ചിരുന്നാലുള്ള ഇഷ്യൂസിനെ പറ്റിയിട്ട് പറയുന്നതിന് മുന്നേ ആദ്യം ക്യാഷ് കയ്യിൽ വെച്ച് വെറുതെ ലിക്വിഡായിട്ട് കയ്യിൽ കൊണ്ട് നടന്നാലുള്ള പ്രധാന പ്രശ്നം, പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്താതിരുന്നാലുള്ള പ്രശ്നം എന്താണെന്ന് പറയുന്നതിന് മുന്നേ അതിന്റെ കൺസെപ്റ്റ് പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഫസ്റ്റ് ബ്ലോക്ക് എപ്പോഴും എന്താകുന്നത് ഒരു ഇൻട്രൊഡക്ടറി സബ്ജക്റ്റ് അല്ലെങ്കിൽ ഇൻട്രൊഡക്ടറി ബ്ലോക്ക് ആവുന്നത്. കുറെ കൺസെപ്റ്റുകളെയും കുറെ ടെർമിനോളജികളെയും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഏരിയ ആയിരിക്കും അത്. അപ്പോൾ ആ ഒരു ബ്ലോക്കിൽ തന്നെ ടൈം വാല്യൂ ഓഫ് മണി പറയുന്നുണ്ട്, വാല്യൂഷൻ ഓഫ് സെക്യൂരിറ്റീസ് പറയുന്നുണ്ട്, റിസ്ക് ആൻഡ് റിട്ടേൺ എന്താണെന്നും അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നും പറയുന്നുണ്ട്. ഇനി സെക്കൻഡ് ബ്ലോക്കിലേക്ക് നമ്മൾ പറഞ്ഞതുപോലെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണ്. ഏത് പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ആ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ ആ ഇൻവെസ്റ്റ്മെന്റിൽ ഏതായിരിക്കും. നമ്മുടെ മുമ്പിൽ ഒരുപാട് പ്രോജക്റ്റ് വരുമായിരിക്കും അല്ലെ, നമ്മളുടെ മുമ്പിൽ ഒരുപാട് പ്രോജക്റ്റുകൾ ഉണ്ടാവും. വ്യത്യസ്ത ബിസിനസ് ഐഡിയകളുമായിട്ട് വ്യത്യസ്തരം പ്രൊമോട്ടേഴ്സ് വരും. അപ്പൊ ഇവരുടെ ഐഡിയ എല്ലാം കേട്ടിട്ട് ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഇവർ പറയുന്ന നമ്പേഴ്സ് ആക്റ്റീവ് ആണോ, അല്ലെങ്കിൽ ഇവർ പറയുന്ന നമ്പേഴ്സ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാണോ, എങ്ങനെ അതിന്റെ ഒരു സ്കെയിലബിലിറ്റി അല്ലെങ്കിൽ അതിനെങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയും, അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, അതിനെ എങ്ങനെ അഡ്രസ് ചെയ്യണം, ഏത് പ്രൊജക്റ്റ് എങ്ങനെ ഐഡിയോളജിക്കലായി ചൂസ് ചെയ്യണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മളെ കേപ്പബിൾ ആക്കുന്ന കുറെ ടെക്നിക്കുകളാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ബ്ലോക്കിലേക്ക് വരുന്ന സമയത്ത് സോഴ്സ് ഓഫ് ലോങ് ടൈം ഫിനാൻസിന് ഏതൊക്കെ സോഴ്സുകളാണ്. അപ്പോൾ അതിൽ ക്യാപിറ്റൽ മാർക്കറ്റ്, നമ്മൾ മുമ്പ് ബിസിനസ് അല്ലെങ്കിൽ എൻവയോൺമെന്റിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, മറ്റ് സബ്ജക്റ്റുകളൊക്കെ ഡിസ്കസ് ചെയ്ത ചില കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ആയി വരും. അപ്പോൾ ഇതിൽ ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ വ്യത്യസ്ത മാർക്കറ്റ്, ഓരോ ചാപ്റ്ററുകളിൽ ലീസ് ഫിനാൻസ് എന്താണെന്നും പ്രൊജക്ട് ഫിനാൻസിങ് എന്താണെന്നും ഇന്റർനാഷണൽ ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത് എന്താണെന്നും, അങ്ങനെ ഫിനാൻസ് നമുക്ക് ഏതൊക്കെ മേഖലകളിലൂടെ നമുക്ക് സോഴ്സ് കിട്ടും, ഫണ്ട് ഈ പറയുന്ന ബിസിനസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോങ് ടൈം ഫണ്ട് ഏതൊക്കെ ഏരിയകളിലൂടെ നമുക്ക് നേടിയെടുക്കാം എന്നതാണ് ഈ പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ് ഫോർത്ത് ബ്ലോക്കിലേക്ക് വരുന്ന സമയത്ത് ക്യാപിറ്റലിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം. അപ്പോൾ അതായത് നമുക്ക് ഇങ്ങനെ പല സോഴ്സുകളിൽ നിന്നും ഫണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഫണ്ടിനെ എങ്ങനെ നമ്മൾ എങ്ങനെ നമ്മളുടെ ക്യാപിറ്റലാക്കി മാറ്റണം. അപ്പൊ ക്യാപിറ്റൽ പലതരത്തിലുണ്ട്, ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, ഡിവിഡൻഡ് ഈ പറയുന്ന പോലെ
ഡെപ്റ്റ് ക്യാപിറ്റൽ ഉണ്ട്, ഈക്വിറ്റി ക്യാപിറ്റൽ ഉണ്ട്. അപ്പോൾ ഇതിൽ ഓരോന്നിലും എത്ര പെർസെന്റ് ഇടണം, മൊത്തം ഷെയർ ഈക്വിറ്റി ക്യാപിറ്റൽ മതിയോ, മൊത്തം ഈ ഡെപ്റ്റ് ക്യാപിറ്റൽ മതിയോ, അതോ രണ്ടിന്റെയും കൂടെ ഒരു പ്രത്യേക കോമ്പിനേഷൻ വേണമോ എന്നിങ്ങനെയെല്ലാം ഡിസൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്യാൻ നമ്മളെ കേപ്പബിൾ ആക്കുന്ന കുറച്ച് ഐഡിയാസും കൺസെപ്റ്റുകളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇനി മറ്റൊന്നാണ് ആ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്ന ഡിവിഡൻഡ് പോളിസി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കിട്ടുന്ന പ്രോഫിറ്റിനെ എങ്ങനെ ഈ കൺസ്യൂമേഴ്സിനെ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾക്ക് ഫണ്ടുകളെ മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ അവരെ സാറ്റിസ്ഫൈ ചെയ്യുകയും സെയിം ടൈമിൽ നമ്മളുടെ ബിസിനസ്സിലേക്ക് തന്നെ ഫണ്ട് അഡ്ജസ്റ്റ് ചെയ്യുകയും നിലനിർത്തുകയും ചെയ്യാം. പിന്നെ ഈ പറയുന്ന ഷെയർ ഹോൾഡേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലേക്ക് എത്ര റിട്ടേൺ കൊടുക്കണം, അപ്പൊ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്ന ഒരു യൂണിറ്റിലായിരിക്കും. ഇനി മറ്റൊന്ന് ബ്ലോക്ക് 5ലേക്ക് വരികയാണെങ്കിൽ, അപ്പോൾ അതോടുകൂടി ബ്ലോക്ക് 4 കഴിഞ്ഞു. നമ്മൾ പറഞ്ഞു ബ്ലോക്ക് 5 എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ, ഒരു ബിസിനസ്സിന്റെ ഡേ ടു ഡേ ഫംഗ്ഷൻസിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഫണ്ടുകളാണ് എന്ന് പറയാം വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. അപ്പോൾ ഈ വർക്കിംഗ് ക്യാപിറ്റലിന് സാധാരണ നമ്മളുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നമ്മൾ അസറ്റിന്റെ പ്രോപ്പർട്ടി ഒന്നും വിറ്റിട്ട് നമുക്ക് ഫണ്ട് എടുക്കാൻ കഴിയില്ല. നമ്മുടെ കയ്യിൽ എപ്പോഴും നമ്മളുടേതായിട്ടുള്ള ഫണ്ട് അല്ലെങ്കിൽ ബിസിനസിൻ്റെതായിട്ടുള്ള ഓൺ ഫണ്ട് എപ്പോഴും ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ് അങ്ങനെ കീപ്പ് ചെയ്യാറില്ല. അപ്പോൾ അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ടി സാധാരണ എന്ത് ചെയ്യും, ബാങ്കിൽ പോയി ഒരു ഷോർട്ട് ടൈം ലോൺ എടുക്കും. ഓക്കെ, അപ്പോൾ ഒരു ബാങ്കിൽ പോയിട്ട് ഒരു ഓവർനൈറ്റ് 1 ഡേ ലോൺ എടുത്തു കഴിഞ്ഞാൽ പോലും ഒരു 10% ഇൻട്രസ്റ്റ് വെച്ച് 1 lakh rupeesന് യൂഷ്വലി ഒരു വർഷത്തിലേക്കാണ് 10% ഇൻട്രസ്റ്റ്. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റിന്റെ 365 ഒരു ദിവസത്തെ അല്ലെങ്കിൽ 365 ഒരു പോയിന്റ് ഇൻട്രസ്റ്റ് നമുക്ക് കൊടുത്താൽ മതി അല്ലെ. അപ്പോൾ അങ്ങനെ ഒരു വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള പലിശ കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കയ്യിലുള്ള ക്യാഷ് നമുക്ക് വേറെ ഏതെങ്കിലും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിനേക്കാൾ കുറഞ്ഞ റേറ്റിൽ നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, വർക്കിംഗ് ക്യാപിറ്റൽ നീഡുകളെ അല്ലെങ്കിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഇങ്ങനെയാണ് എല്ലാ ബിസിനസ്സുകളും അവരുടെ ഫണ്ടുകളെ മാനേജ് ചെയ്യുന്നതും എല്ലാം. അതാണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലുള്ള മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ബിസിനസ്സിന് എപ്പോഴും ക്യാഷ് കയ്യിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ബിസിനസ് എപ്പോഴും ലിക്വിഡിറ്റി ഉള്ള ഒരു ബിസിനസ് ആയിരിക്കണം. ഓക്കെ, ഒരു ആവറേജ് ഒരു മിനിമലിസ്റ്റ് അല്ലെങ്കിൽ ഒരു മീഡിയം ലെവലിൽ ലിക്വിഡിറ്റി ഉണ്ടായിരിക്കണം. അത് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ബിസിനസ്സിൽ ക്യാഷ് എടുക്കുന്നതിന്റെ ഒരു സ്പീഡ്, അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് നമ്മൾക്ക് ലിക്വിഡ് മണി ഉണ്ടാക്കാൻ കഴിയുന്നു അല്ലെങ്കിൽ ലിക്വിഡ് മണി എടുക്കാൻ കഴിയുന്നു എന്നതിന്റെ ആ ഒരു സ്പീഡിനെന്ന് പറയാം ലിക്വിഡിറ്റി എന്ന് പറയാം. അപ്പൊ ലിക്വിഡിറ്റിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ചർച്ചകളും അതിന്റെ ഡിബേറ്റുകളുമാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസുകളും അതിന്റെ സൊല്യൂഷൻസുകളും അതിന്റെ ടൂളുകളെയൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലായി പഠിക്കുന്നത്. അതിൽ തന്നെ നോക്കുകയാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ പറഞ്ഞു, പിന്നെ ക്യാഷ് മാനേജ്മെന്റ്, എങ്ങനെ ക്യാഷിനെ മാനേജ് ചെയ്യാം, പിന്നീട് ഇൻവെന്ററി മാനേജ്മെന്റ്. നമുക്കറിയാം ബിസിനസ്സിലേക്ക് വരുന്ന വ്യത്യസ്ത തരം സ്റ്റോക്കുകളുണ്ട്, വ്യത്യസ്ത റോ മെറ്റീരിയൽ ആയിട്ട് വരുന്ന സ്റ്റോക്കുകളുണ്ട്, അതേപോലെ നമ്മളുടെ അല്ലാതെ ഓഫീസ് ഇൻസ്ട്രുമെന്റുകളായി വരുന്ന ഫണ്ട് ഈ പറയുന്ന സ്റ്റോക്കുകളുണ്ട്. അപ്പൊ ഇതിന്റെ പർച്ചേസിങ് സമയത്തും ഇതിനെങ്ങനെ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ എങ്ങനെ മാനേജ് ചെയ്യുന്നതും, പിന്നീട് റിസീവബിൾസ് മാനേജ്മെന്റ്. റിസീവബിൾസ് എന്ന് പറയുന്നത് നമ്മൾ ബില്ല് എഴുതി കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ബില്ല് നമുക്ക് ഒരുപാട് കിട്ടാനുണ്ടാവും അല്ലെ. അതായത് നമ്മൾ കസ്റ്റമേഴ്സ് സാധനം ബില്ല് പർച്ചേസ് ചെയ്തുകൊണ്ട് പോയിട്ട്, കടത്തിന് പർച്ചേസ് ചെയ്തുകൊണ്ട് പോയിട്ട് അവർ ബില്ല് നമുക്ക് അക്സെപ്റ്റ് ചെയ്ത് നൽകാറുണ്ട്. അപ്പോൾ അതിനാണ് ബിൽസ് റിസീവബിൾസ് എന്ന് പറയാം. അപ്പൊ ഇതിനെ എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാം, അതിന്റെ അക്കൗണ്ട്സിലും മറ്റേ അല്ലെങ്കിൽ അതിന്റെ കാൽക്കുലേഷനൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ട് പോകേണ്ടത് എന്നതിനെ പറ്റിയിട്ട്, അതിനെ ഹാൻഡിൽ ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്നതിനെ പറ്റിയിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ്. ടോട്ടലി പറയുകയാണെങ്കിൽ നമ്മളുടെ ഷോർട്ട് ടൈം ഫണ്ട് അല്ലെങ്കിൽ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെ മാനേജ് ചെയ്യാം, ഓക്കെ, ഡേ ടു ഡേ ലൈഫിൽ ആവശ്യമായിട്ടുള്ള ഫണ്ട്, ഡേ ടു ഡേ ബിസിനസ് ഓപ്പറേഷൻസുകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം എന്നതാണ് ഈ ഒരു പ്രധാനമായിട്ടും ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ ബ്ലോക്ക് അവസാനിക്കുകയാണ്. ഈ പറയുന്ന ഹോൾ സബ്ജക്റ്റ് കഴിയുന്നത് ഈ പറയുന്ന 5th ബ്ലോക്കോടുകൂടിയാണ്. അപ്പോൾ എല്ലാം ചെറിയ ചെറിയ സബ്ജക്റ്റുകളാണ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ചാപ്റ്ററുകളാണെങ്കിലും ഓരോ ബ്ലോക്കിന്റെ ഇമ്പോർട്ടൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഒരു ബ്ലോക്കിനെ ഒരു ഹോൾ സബ്ജക്റ്റ് ആയിട്ട് പരിഗണിക്കുകയാണെങ്കിൽ ഇത് വളരെ എസെൻഷ്യൽ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറെ ടൂളുകളാണ്. അപ്പോൾ വളരെ കൃത്യമായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ വളരെ കീനായിക്കൊണ്ട് പഠിക്കുക. കാരണം PhDയും അങ്ങനെ റിസർച്ചുകളൊക്കെ വളരെയധികം ചെയ്യാൻ കഴിയുന്ന ഒരു ഫീൽഡ് കൂടിയാണ് ഈ പറയുന്ന ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഏരിയ എന്ന് പറയാം. അപ്പോൾ ഇത് വളരെ പോപ്പുലർ ആണ്, ഒപ്പം തന്നെ ഒരുപാട് സ്കോപ്പുള്ള ഒരു ഏരിയ കൂടിയാണ്. അപ്പോൾ ഇതിനെ കൃത്യമായിട്ട് പഠിക്കുക, നല്ലപോലെ പഠിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളുടെ ഈ പറയുന്ന മെന്റേഴ്സുമായി കോൺടാക്ട് ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ ഫാക്കൽറ്റികളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഡൗട്ട് ക്ലിയർ ചെയ്യുക. താങ്ക് യു.